കിളികള് ജീവനോടെ ഉണ്ട് ഇപ്പോ? രണ്ടെണ്ണം മാത്രം ജീവനോടെ, ബാക്കി കിളികളെല്ലാം ചത്തിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്ത് ലോകത്തിലൂടെയാണ്, എന്ത് ഭരണരീതിയിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നതാണ്. നമ്മുടെ ഉദ്യോഗസ്ഥൻ പറയുന്ന ആളുകൾക്ക് ഒന്നാമത് ഇപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവൻ ആ കടലിൽ പോയ ആ ഒരു 2-3 ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ പോലും കൃത്യമായിട്ട് ഇടപെടാത്ത രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറുന്നതാണ്. ഇതെന്തുകൊണ്ട്? കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ മന്ത്രിമാരില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് വൃത്തികേടുകളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് അത്. നിങ്ങൾക്ക് എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് വെളിപ്പെടുത്തുമില്ല. എങ്കിലും ഇത് വൃത്തികെട്ട ഒരു നാറി പരിപാടിയാണ് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ടും ഇവർക്കെതിരെ കേസ് എടുക്കുക തന്നെ വേണം. കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. കിളികളെ കുറിച്ചിട്ടാണ്, മീനുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നിങ്ങൾ വാർത്ത കേൾക്കൂ. ഞാനൊരു ദൃശ്യം കാണിക്കാം. കൊച്ചിയിലാണ്. കൊച്ചിയിൽ പോർട്ടിന്റെ പൂട്ടിയിട്ട ക്വാർട്ടേഴ്സിൽ അവിടുത്തെ തീറ്റ കിട്ടാതെ 20 ദിവസമായി കിളികളും മീനുകളും കഴിയുകയാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതി മുതൽ ക്വാർട്ടേഴ്സ് അടഞ്ഞു കിടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ക്വാർട്ടേഴ്സ് അടഞ്ഞു കിടക്കുക, രണ്ടുപേർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. എന്തൊക്കെ കേസിന്റെ ഭാഗമായിട്ട് അവർ പുറത്തു പോയ സമയത്ത് കൊച്ചിൻ പോർട്ട് അധികൃതർ വന്നിട്ട് ആ ഒരു ക്വാർട്ടേഴ്സ് പൂട്ടിയിട്ടു എന്ന് പറയുന്നത്. ഒരു ജനാല തുറന്നു എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പൂട്ടിയിടാൻ വന്ന ആളുകൾ ആ ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ നേരണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ പൂട്ടിയിട്ട് പോവുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. ഇനി അതല്ല, ഏതെങ്കിലും വൃദ്ധയായിട്ടുള്ള ആളുകൾ ആരെങ്കിലും അതിനുള്ളിലുണ്ടെങ്കിലോ അവർക്ക് അതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതിനുള്ളിൽ മീനുകളുണ്ട്, അതിനുള്ളിൽ കിളികളുണ്ട്. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഈ കാര്യങ്ങളൊന്നും ഇവരെ ചിന്തയിലേയില്ല. മനുഷ്യന്മാരെ കുറിച്ച് തന്നെ ഇവർക്ക് നേരം വരെ ചിന്തയില്ല. പല ഉദ്യോഗസ്ഥന്മാർക്കും മനുഷ്യന്മാരെ കുറിച്ച് തന്നെ ചിന്തയില്ല. ഈ ഒരു പ്രളയത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പുകളിലേക്ക് വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റാത്തതുകൊണ്ട് അവർ വേറെ ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് ഈഗോ ആയതുകൊണ്ടാണ് വേറെ ക്യാമ്പിലേക്ക് പോകാത്തത് എന്ന് മറുപടി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് വൃത്തികെട്ട ലോകത്തിലൂടെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ആ കിളികളുടെ ഒരു അവസ്ഥ കൃത്യമായിട്ടും ആ ഒരു റിപ്പോർട്ടർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ. കൊച്ചിൻ പോർട്ട് 17/7/2026 വന്ന് ഇവിടെ ഈ ക്വാർട്ടേഴ്സിന്റെ, കൊച്ചിൻ പോർട്ടിന്റെ ക്വാർട്ടേഴ്സാണ് ജീവനക്കാർ താമസിക്കുന്ന. ഈ ക്വാർട്ടേഴ്സിൽ വീട്ടുകാരുടെ പൂട്ടിത്, അതിന് മേലെ അവർ വീട് പൂട്ടി പുറത്തു പോയപ്പോൾ പോർട്ട് അധികൃതർ വന്ന് അതിന് മേലെ ഒരു പൂട്ടിയതാണ്. ഈ ജനാലയിലൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇതിനകത്തെ ദൃശ്യങ്ങൾ കാണുമായിരുന്നു. നമ്മൾ ഇതിനകത്തു കൂടിയാണ് നേരത്തെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. ഈ വീട്ട് ഉപകരണങ്ങളൊക്കെ ഇതിനകത്തിരിക്കും. എൻ്റെ സുഹൃത്തുക്കളെ, അവരതിൻ്റെ ആ ഒരു പൂട്ടിയിടാൻ വന്ന ഉദ്യോഗസ്ഥന്മാര് ആ ഒരു ജനാലിക്കുള്ളിലൂടെ അങ്ങോട്ട് നോക്കിയിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? നോക്കിയിട്ടുണ്ടായിരിക്കും. അവരെന്ന് വിചാരിക്കും, 4 കിളികളല്ലേ, 3-4 മീനുകളല്ലേ, ജീവനുകളാണ് എന്ന ബോധമില്ല. ഒരു കിളിയോടും മീനിനോടും കാണിക്കാത്ത സ്നേഹം മനുഷ്യനോട് യുവന്മാരൊന്നും കാണിക്കില്ല. ആരെങ്കിലും കടലിൽ പോയാലും ഇവർ പറയും, ഇപ്പോഴൊന്നും ആരും വിളിക്കാൻ പറ്റില്ല, അവിടേക്ക് തെരഞ്ഞു പോകാനും നമുക്ക് പറ്റൂല, അത് ഒരാളല്ലേ പോയിട്ടുള്ളൂ, 4-5-6 ആൾ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നേവിനൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ, അത് ഏതെങ്കിലും നമ്മുടെ മന്ത്രിമാരുടെ മകനാവട്ടെ, ഏതെങ്കിലും മന്ത്രിമാരുടെ മകളാവട്ടെ, ആ ഒരു കടലിൽ ഒരാൾ മാത്രമായിട്ട് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക, ഇവിടെയുള്ള എല്ലാ സന്നാഹവും ആ കടലിലേക്ക് ഇറങ്ങില്ലേ? വിത്തിൻ 24 hours ആ നഷ്ടപ്പെട്ടയാളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരില്ലേ? നോക്ക്, ആ ഒരു കുട്ടി കരയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 7 ദിവസമായി. ഒരു പെൺകുട്ടിയുടെ കഥ 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും സ്വന്തം അച്ഛനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 3 പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ആ 3 പേരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവസാനം ആ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിരാഹാരം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തൊരവസ്ഥയാണത്! ആരാണ് നിയന്ത്രിക്കാനുള്ളത്? ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? നമുക്ക് അങ്ങനെയൊക്കെ സാധനം ചോദിച്ചു പോന്ന ഒരാളും നിയന്ത്രിക്കാനില്ല, ഒരാളും കാര്യം പറയാനില്ല. ഇപ്പോൾ ഈ മീനുകൾക്ക് വേണ്ടിയിട്ട്, ഈ കിളികൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നന്ദി റിപ്പോർട്ടർ ചാനൽ, നിങ്ങളാണ് പ്രതികരിച്ചത്. 2 ജീവനുകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കേൾക്കൂ. നോക്കൂ, കൊച്ചിൻ പോർട്ട് 17/7/2026 വന്ന് ഇവിടെ അധികം കിളികളും ഈ മത്സ്യങ്ങളും ഇവിടെ കിടക്കുന്നത്. ഈ കിളികളെല്ലാം കഴിഞ്ഞ 20 ദിവസമായി തീറ്റയോ വെള്ളമോ ലഭിക്കാതെ കഴിയുന്നു. മത്സ്യങ്ങളും അങ്ങനെ തന്നെ തീറ്റ കിട്ടാതെ കഴിയുന്നു. ഇതിൽ ഏറ്റവും ഒരു ക്രൂരമായ കാര്യം, ഇതിന്റെ ഒരു പോർട്ടിന്റെ ഭാഗം കൂടി നമ്മൾ തേടി. പോർട്ട് പറയുന്നത് ഇവർ അയൽക്കാരുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു. അതേ തുടർന്ന് ഈ വീട്ടുകാരോട്, ക്രെയിൻ ഓപ്പറേറ്ററായ തിരുവല്ല സ്വദേശി ബിജിയും ഭാര്യയും താമസിക്കുന്ന ക്വാർട്ടേഴ്സാണിത്, ഇവരോട് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞു. അവർക്ക് മറ്റ് താമസ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു മാറിയില്ല. അപ്പോൾ
അപ്പോൾ പോർട്ട് അധികൃതർ വന്ന് ഇത്തരത്തിൽ ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി. അവർ ഈ നമ്മൾ നോക്കിയതുപോലെ ഈ ജനലിന്റെ അകത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ കിളികളെയും മത്സ്യങ്ങളെയും കാണുമായിരുന്നു. അവരതൊന്നും ചെയ്തില്ല, പോയി. എന്നിട്ടും അവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇപ്പോൾ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന സംഘടനയായ SPCA ചുമതലക്കാരനാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അദ്ദേഹമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയുണ്ട്? വല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെന്ന് മാത്രം പറയേണ്ടി വരും. കേസിന്റെ ഭാഗമായിട്ട് 2 പേര് വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവരങ്ങോട്ട് പൂട്ടിയിട്ടു. നമ്മുടെ ജീവനുകൾക്ക്, നമ്മുടെ മനുഷ്യാന്തസ്സിനൊന്നും ഒരു വിലയുമില്ലാത്ത രീതിയിൽ മാറുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു മനുഷ്യനാണ് അത് കണ്ടെത്തിയത്. ഉപകരണങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നു. അതിനൊപ്പമാണ് ഇത്രയധികം കിളികളും ഈ മത്സ്യങ്ങളും ഇവിടെ കിടക്കുന്നത്. ഈ കിളികളെല്ലാം കഴിഞ്ഞ 20 ദിവസമായി തീറ്റയോ വെള്ളമോ ലഭിക്കാതെ കഴിയുന്നു. അങ്ങനെ ഞാൻ അവര് അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വന്നാണ്. നമ്മൾ വന്നിട്ട് ഉടനടി തന്നെ നമ്മൾ ആദ്യം കൊച്ചുപോർട്ടിന്റെ അധികൃതരായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അവര് തിരിച്ചവര് അതിന് പ്രതികരിക്കാൻ എന്ത് കേസാണെന്ന് എന്തുകൊണ്ടാണ് ഇവരോട് മാറാൻ പറഞ്ഞത്? അവര് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, അങ്ങനെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പരാതി അയൽവക്കത്ത് ആരോ കൊടുത്തു എന്നുകൊണ്ട് കൊച്ചുപോർട്ട് അധികൃതർ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പൂച്ച അവരുടെ ജനൽ വഴി പോകുന്നത് കണ്ടു. അതിന്റെ പേരിൽ അവരോട് ഒഴിയാണ്. ഡോക്ടറും ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതാണ് പ്രശ്നം. പൂച്ച പൂച്ച ഈശ്വര, ഒന്നും നമ്മളിതിനൊക്കെ പറ്റി എന്ത് പറയുന്നുള്ളതാണ്. എന്തായാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അത്ര നല്ല സുഖമുള്ള വാർത്തയൊന്നുമില്ല. ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നോക്ക്. പൂട്ടിയിട്ട ക്വാർട്ടേഴ്സിൽ തീറ്റ കിട്ടാതെ കിടന്ന കിളികൾക്കും മീനുകൾക്കും മോചനം. കൊച്ചി തുറമുഖ അധികൃതർ ക്വാർട്ടേഴ്സിന്റെ പൂട്ട് തുറക്കുന്നു. കിളികളെയും മത്സ്യങ്ങളെയും SPCA ഏറ്റെടുക്കും. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടൽ. ലിബി സജീന്ദ്രൻ അങ്ങനെ എന്തായാലും കൊച്ചിൻ പോർട്ട് അധികൃതർക്ക് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് ആ പൂട്ട് തുറക്കുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. അത് അവിടെ ഉണ്ടോ? എന്താ അവസ്ഥ? ലവ് ബേർഡ്സ് ജീവനോടെ ഉണ്ടോ? ഇപ്പോൾ വാതിൽ തുറക്കുകയാണ്. ഡോക്ടറും ലവ് ബേർഡ്സ് ജീവനോടെ ഉണ്ട്. നല്ലൊരു വാർത്തയാണ് തുടക്കത്തിൽ കേൾക്കുന്നത്. ഇനി അടുത്തു പോയി നോക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. പോർട്ട് അധികൃതരും ഇവിടുത്തെ പോലീസും എത്തി ഈ വാതിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കൂട്ടിയിട്ടിരുന്ന താഴ തുറന്നു. വീട്ടുകാരും ഇവിടെ എത്തി. ജീവനോ ഒരു മിനിറ്റ്, ഡോക്ടറും ജീവനോടെ ഉണ്ടോ? എത്ര കിളികള് ജീവനോടെ ഉണ്ട്? ഇപ്പോ 2 മാത്രം ജീവനോടെ, ബാക്കി കിളികളെല്ലാം ചത്തിരിക്കുന്നു. കഷ്ടം 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 കഷ്ടം. 20 ദിവസമായിട്ട് ആ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തില്ല. അവരാരോട് പറയും? അവരെങ്ങനെ കരഞ്ഞു പറയും? അവരാരോട് പറയും? ഇന്നൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ പറയുക? മനുഷ്യന്മാരാണെങ്കിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യന്മാർക്കാണെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട്, ഏതെങ്കിലും റിപ്പോർട്ടറിനെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ദുരിതത്തിലാണ്, അല്ലെങ്കിൽ സ്വന്തം ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ദുരിതത്തിലാണ്, ഞങ്ങളെ ആരും നോക്കുന്നില്ല, ഗവൺമെന്റ് നോക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഗതി എയറിലാക്കെങ്കിലും ചെയ്യാം. ഈ കിളികൾ എങ്ങനെ കരഞ്ഞു പറയും? ഈ കിളികൾ, ആ മീനുകളൊക്കെ എങ്ങനെയാണ് അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവർ പറയുക എന്നതാണ്. കഴിയില്ല. ആ മിണ്ടാപ്രാണികളെ പട്ടിണിക്കിട്ട് കൊന്നു. ആ ഉദ്യോഗസ്ഥന്മാര് പട്ടിണിക്കിട്ട് കൊന്നു. ഇനി വേണമെങ്കിൽ ആ പട്ടിണിക്കിട്ട് കൊന്നാവോ അവർ തന്നെയാ തോന്നുന്നു. കരച്ചിൽ കാണാം നിങ്ങൾക്ക്. ഇനി ഇതിനപ്പുറം പറയാനെന്താ മതി? ഇതിന് ഒരു ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഇത്രയും ജീവികളെ അവിടെ കാണിച്ചത് ക്രൂവൽറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ല, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റൂല. ഇവർക്കെതിരെ എന്തായാലും കേസ് ചാർജ് ചെയ്തേ പറ്റൂ. ഇത് ആരും ബോധമില്ലാത്ത ആൾക്കാരല്ല. 2 ജീവികൾ മാത്രം സർവൈവ് ചെയ്തേക്കണം, ബാക്കിയെല്ലാം ചത്തിരിക്കുന്നു. എന്തെങ്കിലും സുഹൃത്തുക്കളെ, അല്ലാത്ത ദുരിത കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ. ബൈ.